Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അധ്യാപകർക്കെതിരായ പോക്സോ കേസുകളിൽ കൃത്യമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 72 കേസുകളാണ് DGPയുടെ മുന്നിൽ ഉള്ളത്. ഇതിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ആർക്കും യാതൊരു സംരക്ഷണവും നൽകില്ല. നടപടിയെടുക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പോസ്കോ കേസ് 72 ഫയലാണ് DGയിലിരിക്കുന്നത്. 72 ഫയൽ. ഒരാൾക്ക് പോലും ആവശ്യമില്ലാത്ത സംവരണം കിട്ടുമെന്ന് അവർ ധരിക്കുകയും വേണ്ട, സംരക്ഷണം കിട്ടുമെന്ന് ധരിക്കുകയും വേണ്ട. കർശന നടപടികളവരെ മുന്നോട്ട് പോവുകയാണ്. ഒരു ദയയും അക്കാര്യത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് FIR എടുത്തിട്ടുണ്ട്. എല്ലാ സ്കൂളും മെരിറ്റുണ്ട്, സർക്കാരുണ്ട്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്താ രണ്ടും ഉണ്ട്. അതിലൊന്നും ഒരു വ്യത്യാസമില്ലല്ലോ. ഈ മോഡൽ പരീക്ഷയിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ചോദ്യപേപ്പർ പുറത്തു വന്നല്ലോ. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്നവരാണ്. നമ്മളിത്രയും കഴിയുന്ന കഷ്ടപ്പെടുന്ന എന്തിനാണ്? കുട്ടികളുടെ അച്ചടക്കം ഉണ്ടാവണം. കുട്ടികൾക്ക് അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തണം. അതാണല്ലോ നമ്മുടെ എല്ലാ വീടുകളിലുള്ള നമ്മുടെ എല്ലാ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. ഈ മോഡൽ പരീക്ഷയിൽ ബന്ധപ്പെട്ട കക്ഷിയെ പോലീസ് പിടിക്കുമെന്നുള്ള പ്രസ്താവന വന്നപ്പോൾ, പോലീസെ കൊണ്ട് നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രസ്താവന വന്നപ്പോൾ ഒരു കുട്ടി, ഒന്നിലധികം പറഞ്ഞ കുട്ടികൾ പറയാണ്, അങ്ങനെ പിടിപ്പിക്കുന്ന വ്യക്തിയുടെ കൈവിട്ടും ഞങ്ങൾ. കുട്ടികളുടെ പ്രസ്താവനയാണ്. നമുക്ക് അത്തരം കുട്ടികളെ സാന്ത്വനപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കേരളം എങ്ങോട്ട് പോകും? അപ്പം അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് വളരെ ഗൗരവമായി തന്നെ ഈ കാര്യങ്ങൾ കാണുകയാണ്. വളരെ ഗൗരവമായി കാണുന്നുണ്ട്. ഇതിൽ കുറേ കേസുകൾ ഇപ്പം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു വിദ്യാർത്ഥി എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് 26ാമത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടിയതിൻ്റെ സംഭവം, തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിയെ അടിച്ച് തറയിലിട്ടെന്ന് പറഞ്ഞ സംഭവം, അതെല്ലാം സാധാരണഗതിയിൽ അതങ്ങ് പോകുന്നതാണ്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അധ്യാപകർ വല്ലാത്തൊരു സ്ഥിതിയിലാണ്. ഇവിടെ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകരും എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരും നമുക്ക് അധ്യാപകൻ്റെ നിന്ന് ഒരു ശകാരം കിട്ടാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം അധ്യാപകരുടെ അധ്യാപക സംഘടന യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. കർശന നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. അത് പരീക്ഷ ഹാളിൽ നടക്കുന്ന കാര്യമായിരുന്നാലും, പരീക്ഷ പേപ്പർ നോക്കുന്ന കാര്യത്തിലായിരുന്നാലും, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും ഉള്ള കുറവുകളും പോരായ്മകളും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ നോക്കുന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് കൊച്ചു കാര്യങ്ങളെല്ലാം പത്രങ്ങളിലൂടെ ഉയർന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.